ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ഞാനീ പറയുന്ന ഒരു മാല നിങ്ങൾ സമർപ്പിച്ചാൽ നടക്കാത്ത എന്തു കാര്യവും നടന്നു കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതേത് ക്ഷേത്രമാണ്, എന്ത് മാലയാണ് വെക്കേണ്ടത്, എങ്ങനെയാണത് ചെയ്യേണ്ടത്, എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ ഒരുപാട് ഫലം ചെയ്യുന്ന കാര്യമാണ്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഒരു കാര്യം ഞാൻ വെറുതെ പറയാറില്ല, നമ്മൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാറുള്ളൂ. അപ്പോൾ അത് എപ്പോഴും ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സത്യസന്ധമായി എത്രയോ ജീവിതങ്ങൾ മാറിയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം, അറ്റവും മൂലം കണ്ടിട്ടൊന്നും ചെയ്യരുത്. എന്നാൽ അതുകൊണ്ടൊരു ഫലം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു, എൻ്റെ നല്ല ആരുടെ ആണെങ്കിലും നമ്മൾ വീഡിയോ അല്ലെ ഏത് കാര്യമാണെങ്കിലും മുഴുവൻ അവർ പറയുന്നത് എന്താണ്, അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, മുഴുവൻ അറിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. അറ്റവും മൂലം കേട്ടിട്ട് വെപ്രാളത്തിന് പോയി ചെയ്താൽ ഒരു ബലവും കിട്ടാൻ പോകുന്നില്ല. മുഴുവൻ കേട്ടിട്ട് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ അത് മതി ജീവിതത്തിൽ ഗുണമുണ്ടാകാൻ കേട്ടോ. അത് മതി ജീവിതം മാറാൻ. അതുകൊണ്ട് ഏത് കാര്യത്തിനും അല്പം ക്ഷമ കാണിക്കണം. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില എല്ലാമാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളൊരു വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും, നല്ല കാര്യം പറയത്തുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അതോടൊപ്പം നമ്മളുടെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, പിന്നെ സാധിക്കുന്ന പോലെ വഴിപാടുകൾ ആവർത്തിക്കണം. പിന്നെ നമ്മുടെ പരിശ്രമം കൂടെ വേണം. ഇതൊക്കെ പറഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെയുള്ളൂ, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. ഇപ്പം എല്ലാവർക്കും, ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള എല്ലാ മലയാളികൾക്കും ഓണാശംസ നേരുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും സമാധാനവും സമ്പത്തും എല്ലാം ഉള്ള, സർവോപരി ഈശ്വരാനുഗ്രഹവുമുള്ള ഒരു നല്ല ഓണം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളൊരു ജീവിച്ചു പോകുന്ന കാര്യമല്ല, ഒരു നല്ല മനുഷ്യനായിട്ട്, ഒരു നല്ല വ്യക്തിയായിട്ട്, ഒരു മനുഷ്യത്വമുള്ള വ്യക്തിയായിട്ട് ജീവിക്കുമ്പോഴാണ് ഈശ്വരനെ അറിയാൻ പറ്റുന്നത്. എല്ലാവർക്കും അതിന് സാധിക്കുമാറാകട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓണാശംസകൾ നേരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. കാരണം അത് 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 പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ ഓണമൊക്കെയാണ്. അപ്പം ചിലർ എനിക്ക് ഈ ഷർട്ടും മുണ്ടും ഒക്കെ അയച്ചു തരാറുണ്ട്, ചിലർ വന്നു തരാറുണ്ട്. അങ്ങനെ ഒരു പല ആളുകളും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പറയുകയാണ്, ആരും ഒന്നും കൊണ്ടുതരരുത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ആവശ്യത്തിന് കാര്യങ്ങളും എല്ലാം, തുണിയും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പൈസ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപകരിക്കുക, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപകരിക്കുക. സന്തോഷത്തോടെയാണ് പറയുന്നത്. നിങ്ങളുടെ എല്ലാ സ്നേഹവും സന്തോഷവും ഞാൻ സ്വീകരിക്കുന്നു. എനിക്ക് നിങ്ങളുടെ എല്ലാ സ്നേഹവും സന്തോഷവും ഉണ്ട് താനും. നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം നർപ്പവി നർപ്പവി നർപ്പവി. അപ്പോൾ അത് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ആർക്കെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുക്കുക, അന്നദാനം ചെയ്യുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ആഹാരം കൊടുക്കുക, ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കുക. ശിവക്ഷേത്രത്തിലേക്ക് ഒരു പാൽപ്പായസം ചെയ്യുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും മരുന്ന് മേടിക്കാൻ ഇച്ചിരി പൈസ കൊടുക്കുക, അല്ലെങ്കിൽ മരുന്ന് മേടിച്ചു കൊടുക്കുക. ജെനുവിനായിട്ടുള്ള കാര്യമായിരിക്കണം. അത് എനിക്ക് തരുന്നതിനെക്കാട്ടിലും സന്തോഷമാണ് എനിക്ക് കേട്ടോ. അല്ലാതെ എനിക്ക് ആരും ഒന്നും കൊണ്ടുവരുത്. അത് സത്യസന്ധമായിട്ടാണ് പറയുന്നത്. നിങ്ങളോടെല്ലാം എനിക്ക് നിങ്ങൾ അതിനെ എങ്ങനെ സ്നേഹിക്കുന്നു, ആ സ്നേഹം തിരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുമുണ്ട്. പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇത് പറയാൻ കാര്യം, പലരും പറയാതെയാണ് ഈ കൊണ്ടുതരുന്നത്. കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത്, അല്ലെ കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ടാണ് മുന്നേറി പറഞ്ഞത് കേട്ടോ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായ വീഡിയോയിലേക്ക് വരികയാണ്. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഞാൻ പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ഞാൻ ഈ പറയുന്ന മാല നിങ്ങൾ സമർപ്പിച്ചാൽ നിങ്ങളുടെ ന്യായമായിട്ട്, സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ട നിങ്ങളുടെ ഏത് ആഗ്രഹവും ദേവി സാധിച്ചു തരും എന്നുള്ളതാണ്. അപ്പം വീഡിയോ മുഴുവൻ കണ്ടിട്ടേ ചെയ്യാവുള്ളൂ എന്ന് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കുന്നു കേട്ടോ. അറ്റം മൂലം കണ്ടിട്ട് ചെയ്യരുത്. അപ്പോൾ ആ ക്ഷേത്രം പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രമാണ്. അപ്പം ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എനിക്ക് ഈയിടെ ഒരു അനുഭവം ഉണ്ടായി. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കും അത് പ്രയോജനം ചെയ്യും. എന്ത് നടക്കാത്ത കാര്യവും അമ്മ നടത്തി തരുമെന്നുള്ളതാണ്. പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രമുണ്ട്. ഞാൻ പറയുന്നത് പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രമാണ്. അതായത് എൻ്റെ ഓഫീസ് നാലുകോടിയിലാണ്. എൻ്റെ ഓഫീസിൻ്റെ 2 ജംഗ്ഷൻ അപ്പുറം
ഒരു പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രമുണ്ട്. അതാണ് പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ഇനിയും ചങ്ങനാശ്ശേരി വന്നിട്ട് ഒരു 4 കിലോമീറ്റർ, ചങ്ങനാശ്ശേരി വന്ന് പെരുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് 4 കിലോമീറ്റർ, പായിപ്പാട് 4 കോടി ബസ്സിൽ കയറിയാൽ 4 കോടി കഴിഞ്ഞ് രണ്ടാമത്തെ ജംഗ്ഷൻ പുത്തൻകാമ്പലത്തിന് അവിടെ ഇറക്കാൻ പറഞ്ഞാൽ ഇറക്കും. റോഡ് സൈഡിലാണ്, കുളമൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞിരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ മിക്കവാറും വീഡിയോ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ ചെങ്ങന്നൂരൊക്കെ പോയി അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് ലാസ്റ്റാണ് അമ്പലത്തിലെത്തിയത്. ചെങ്ങന്നൂർ അവിടെ കിടക്കുന്നു, 4 കോടി പുത്തങ്കാവ് അവിടെ കിടക്കുന്നു. അപ്പം അങ്ങനെ ഈ പ്രായമുള്ളവരൊക്കെ സ്ഥലം തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒന്നുകൂടെ സൂചിപ്പിച്ചത്. ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, എന്നിട്ട് തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ പറയാനാ. അപ്പം പറഞ്ഞു, മോനെ ഓർമ്മയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് റൂട്ട് ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഉള്ളവരുണ്ടല്ലോ, പ്രായമുള്ളവരുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അമ്പലത്തിലെ ഫോൺ നമ്പർ കിടപ്പുണ്ട്. പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ടെമ്പിൾ അടിച്ചു കൊടുത്താൽ മതി. ഫോൺ നമ്പർ നോക്കി നിങ്ങൾക്ക് വേണേൽ വിളിച്ച് ചോദിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഈ പ്രായമുള്ളവരൊന്നും വഴിതെറ്റി പോകരുത്, അതിനുവേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പം ഈ പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടായി, ഒരു അത്യാവശ്യം നിങ്ങൾ പെട്ടുപോകുന്ന ഒരവസ്ഥ, അല്ലെ നിങ്ങൾക്കൊരു കാര്യം നടന്നു കിട്ടണം, പലതും ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. ഞാൻ പറയാം, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്നൊരു വഴക്കുണ്ടായി, നിങ്ങളെ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ ഒന്നും നോക്കണ്ട, നേരെ കുളിമുറിയിലോട്ട് കയറി കൈയും കാലും മുഖവും ഒന്ന് കഴുകിയിട്ട് പായിപ്പാട് പുത്തൻകാവിലമ്മേ മനസ്സുകൊണ്ട് വിളിച്ച് പറഞ്ഞാൽ മതി, അമ്മേ പായിപ്പാട് പുത്തൻകാവിലമ്മേ ഇത് ശാന്തമാക്കി തരണം, അമ്മയ്ക്ക് ഞാൻ അടുത്ത വെള്ളിയാഴ്ച ഒരു നാരങ്ങാമാല സമർപ്പിച്ചേക്കാമെന്ന് മനസ്സുകൊണ്ട് പറയുക. എന്നിട്ട് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട, അമ്മ അവിടെ പ്രവർത്തിച്ചിരിക്കും. അതുപോലെ ഏത് കാര്യത്തിലും നിങ്ങൾ ഒരിടത്ത് പെട്ടുപോയി, ഗൾഫിൽ പോയി നിങ്ങൾക്ക് വിസയും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല, നിങ്ങൾ പെട്ടുപോയി, അല്ലെങ്കിൽ ഒരു ഫ്രോഡ് കമ്പനിയിലാണ്, നിങ്ങളൊരു ആപത്തിൽപ്പെട്ടു, ഒന്നും നോക്കണ്ട, നിങ്ങളൊരു കുളിമുറിയിലോട്ടോ കക്കൂസ് ചെയ്യുന്ന ആളെങ്കിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഈ ഇടതുകാല് വെച്ച് കയറിയിട്ട് വലതുകാല് വെച്ച് ഇറങ്ങണമെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇനി കുളിമുറി എന്ന് ചെയ്യുക, അല്ലെങ്കിൽ കക്കൂസ് ചെയ്യുന്ന ചെയ്യാം. ചിലത് ടോയ്ലറ്റും കൂടെ ഇതായിരിക്കും, അതിൻ്റെ അകത്ത് ഒരു കുഴപ്പമില്ല. ഇടതുകാല് വെച്ച് കയറുക, വലതുകാല് വെച്ച് ഇറങ്ങുക. അത് കക്കൂസ് ആയാലും കുളിമുറി ആയാലും നെഗറ്റീവ് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ കുളിമുറിയും കക്കൂസോട് അറ്റാച്ച് ഉള്ളത് ഞാൻ നേർന്നിട്ടുണ്ട്. നാരങ്ങാമാല എൻ്റെ കാര്യം അന്ന് ഉച്ചയായപ്പോൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടി കാര്യം വല്ലതും ഉണ്ടോ? അപ്പം നിങ്ങൾക്ക് അതിനകത്തൊന്നും ഞാൻ പറഞ്ഞില്ല, ഇത് അമ്മയുള്ള വിശ്വാസമാണ്, ഭക്തിയാണ് കാര്യം. പിന്നെ സംശയമുള്ളവരോട് ചെയ്യുകയും വേണ്ട. അങ്ങനെ ചെയ്താൽ സംശയമാണോ, ഇങ്ങനെ ചെയ്താൽ സംശയമാണോ, അവിടെ നിന്ന് പ്രാർത്ഥിച്ചാലേ ഫലം കിട്ടത്തുള്ളൂ, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാലേ ഫലം കിട്ടത്തുള്ളൂ, അവർ ചെയ്യുകയേ വേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. സംശയക്കാരൊക്കെ സംശയത്തിന് പുറകെ പോട്ടെ. നമ്മൾ വിശ്വാസത്തോടെ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ കൈയും കാലും മുഖം നനച്ചിട്ട് വേണം നേർന്നു കഴിഞ്ഞപ്പോൾ ഒരു വെള്ളിയാഴ്ച വന്ന അമ്മയ്ക്ക് പുത്തങ്കാവലമ്മയ്ക്ക് നാരങ്ങാമാല കൊടുത്തിട്ട് നന്ദി പറയണം. അല്ലാതെ എന്നെ വിളിച്ചിട്ട് സാറേ കൊടുക്കാമെന്ന് ചോദിക്കരുത്. അപ്പോഴാണ് ഞാൻ അതിന് മറുപടി പറയും. ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ, പാലം കടക്കും വരെ നാരായണ, അത് കഴിഞ്ഞ് പിന്നെ വേറെ ഒരു വാചകം പറയല്ലോ, അത് പറയരുത്. നമുക്കൊരു കാര്യം സാധിച്ചു കിട്ടിയാൽ നമ്മൾ ഇവിടെ വന്ന അമ്മയോട് അത് ചെയ്തിട്ട് നന്ദി പറയണം. അതാണ് അതിൻ്റെ മര്യാദ കേട്ടോ. അല്ലാതെ എന്നോട് പിന്നെ പറയരുത് ചെയ്യാനൊന്നും. അങ്ങനെ ഞാൻ ചെയ്യത്തുമില്ല. അവനവൻ വന്ന് ചെയ്ത് നന്ദി പറയണം കേട്ടോ. അതാണ് അതിൻ്റെ ശരി. അതാണ് സത്യമുള്ളവർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എല്ലാവർക്കും കൊണ്ട് തിരക്കൊക്കെ. നമുക്കൊരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് അമ്മയോട് കണ്ട് നന്ദി പറയണം. അങ്ങനെ ഉണ്ടേ നേരുക കേട്ടോ. അല്ലാതെ എനിക്ക് എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ. ഇവിടെയെല്ലാം എത്രയോ ദൂരെയുള്ള ആളുകളാണ് അമ്മയെ കാണാൻ വരുന്നത്. ഇത് ഞാൻ അനുഭവമാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് രണ്ട് കാര്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങൾ ഇതുപോലെ ഞാൻ നാരങ്ങാമാല നേർന്നു. അപ്പം തന്നെ അത് ഫലമായിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേർന്നിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ശത്രുദോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളെ എല്ലാ കാര്യം തടസ്സപ്പെടുന്നു, സർവത്ര പരാജയം. അമ്മയോട് നേർന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി. തടസ്സം ഏതൊരു കാര്യത്തിലും ഇത് നേർന്നിട്ട് ചെയ്താൽ മതി. ദൃഷ്ടിദോഷം, അല്ലെ കണ്ണേറ്, അല്ലെ പിന്നെ നമ്മൾ പറയത്തില്ലേ ദൃഷ്ടിദോഷം, കണ്ണേറെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറിക്കിട്ടാനും ഈ പുത്തങ്കാവലമ്മയ്ക്ക് ഇത് ചെയ്താൽ മതി. ഇപ്പം പലരും അവരുടെ ഒരു വളർച്ചയും ഉയർച്ചയും ഒക്കെ പെട്ടെന്ന് നിന്നു പോവുക. അത് ദൃഷ്ടിദോഷം കൊണ്ടുണ്ടാകുന്നതാണ്. സന്തോഷം ഉള്ള ഒരു സാഹചര്യം പെട്ടെന്ന് സങ്കടമായി തീരുക, വീട്ടിലും ഓഫീസിലും ഒക്കെ ആണെങ്കിലും അത് ഈ ദൃഷ്ടിദോഷം വരുമ്പോൾ പെട്ടെന്ന് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു വീട് വാങ്ങി, അല്ലെങ്കിൽ ഒരു വീട് വെച്ചു, അല്ലെങ്കിൽ ഒരു പുരയിടം വാങ്ങി, അത് കഴിയുമ്പോൾ തൊട്ടങ്ങ് തകർച്ച ഉണ്ടാകുന്നു. ദൃഷ്ടിദോഷം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇനിയും ഈ വീട്ടിലെ സമാധാനം പോവുക, വീട്ടിൽ കലഹം ഉണ്ടാകുക,
കാരണമില്ലാത്ത തകർച്ച ഉണ്ടാകുക. ചില കാര്യങ്ങളൊക്കെ ബിസിനസ് തകരുന്നു, അല്ലെ തൊഴിൽ തകർച്ച ഉണ്ടാകുന്നു, കാരണം ഇല്ലാത്ത തകർച്ച ദൃഷ്ടിദോഷം കൊണ്ടുണ്ടാകാം. തുടർച്ചയായ പരാജയങ്ങൾ ദൃഷ്ടിദോഷം കൊണ്ടുണ്ടാകാം. കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ, പിന്നെ എന്ത് ചെയ്തിട്ടും തടസ്സങ്ങൾ മാറുന്നില്ല, പെട്ടെന്ന് ഒരു 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 വളർച്ച പെട്ടെന്ന് നിൽക്കുക, അതായത് നല്ലൊരു സാമ്പത്തിക ഉയർച്ചയിലേക്ക് പോകുന്നവർ പെട്ടെന്ന് ഒന്നും അല്ലാതായി തീരുക. ഇതെല്ലാം ദൃഷ്ടിദോഷം അല്ലെ കണ്ണീർ കൊണ്ടുണ്ടാകാം. ഇതിനൊക്കെ അമ്മയ്ക്ക് നാരങ്ങാമാല സമർപ്പിക്കുന്ന ഏറ്റവും നല്ലതാണ്. അതുപോലെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ, നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം തടസ്സപ്പെട്ട് കിട്ടുന്നത് ലോണ് ശരിയാകാൻ, അല്ലെ കിട്ടാക്കടം കിട്ടാൻ ഒക്കെ നല്ലത് തന്നെയാണ്. പിന്നെ ശത്രുദോഷങ്ങളും അതുപോലെ തടസ്സങ്ങളും ദൃഷ്ടിദോഷങ്ങളും സർവ്വവിധ ദുരിതങ്ങളും മാറിക്കിട്ടുവാനും, ദാമ്പത്യ ഐക്യങ്ങൾ ഉണ്ടാകാനും, കടം മാറുവാനും, സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാനും എല്ലാം അമ്മയ്ക്ക് ഈ നാരങ്ങാമാല ഏറ്റവും നല്ലതാണ്. ഇനിയും ഈ നാരങ്ങാമാല നേർന്നിട്ടാണ് നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടത്. ഞാൻ സാധാരണ ചെയ്യുന്നത് ഇത് നേർന്നെന്ന് വിചാരിച്ചു. നമ്മൾ കുളിമുറി കയറി കൈയും കാലും മുഖം നനച്ചിട്ട് നേർന്നു മനസ്സുകൊണ്ട് പറഞ്ഞു, എന്നിട്ട് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുന്നു, ഇടതുകാലം വെച്ച് കയറുന്നു, വലതുകാലം വെച്ച് ഇറങ്ങുന്നു, പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നിട്ട് ഞാൻ പോയി അവിടെ മാല, വെള്ളിയാഴ്ച അവിടെ മാല കെട്ടുന്നവർ ഉണ്ടാക്കി വെക്കും. ആ മാല അങ്ങ് ചാർത്തുക ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് 54 നാരങ്ങയുടെ മാല അല്ലെ 108 നാരങ്ങയുടെ മാല നിങ്ങൾക്ക് പറഞ്ഞ് ചെയ്യിച്ച് വേണേൽ അമ്മയ്ക്ക് സമർപ്പിക്കാം. ബിസിനസ് വിജയങ്ങള്, സാമ്പത്തികം, തൊഴിൽ ഉയർച്ച, പ്രമോഷൻ ഇതൊക്കെ നേർന്നിട്ട് അവരോട് പറഞ്ഞാൽ അവരതനുസരിച്ച് കെട്ടിത്തരും. അങ്ങനെ വേണമെങ്കിൽ സമർപ്പിക്കാം. അതല്ല ഞാൻ ചെയ്യുന്നത് അവിടെ വെച്ചിരിക്കുന്ന നാരങ്ങാമാല എന്നേ പറയത്തുള്ളൂ, എത്ര നാരങ്ങയാന്ന് പറയത്തില്ല. അമ്മയ്ക്ക് നാരങ്ങാമാല ആ കാര്യം നടന്നു കിട്ടിക്കഴിയുമ്പോൾ ഞാൻ വെള്ളിയാഴ്ച പോയി അവിടെ വെച്ചിരിക്കുന്ന മാല കെട്ടുന്നവർ വെച്ചിരിക്കുന്ന നാരങ്ങാമാലയുണ്ട്, അത് ഞാനങ്ങ് സമർപ്പിക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്. ഈ വരുന്ന വെള്ളിയാഴ്ച ഞാനൊരു നാരങ്ങാമാല സമർപ്പിക്കുന്നുണ്ട്, എൻ്റെ ഒരു കാര്യം നടന്നു കിട്ടി. അപ്പോഴേ ഞാൻ ആലോചിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇത് പറഞ്ഞു തന്നേക്കാണ്. പുത്തൻകാവിലമ്മയ്ക്ക് അച്ചട്ടാണ്. നമുക്ക് ഞാൻ ഈ അമ്മയുടെ കാര്യം എപ്പോഴും പറയാനുള്ള കാര്യം എൻ്റെ അനുഭവമാണ്, എൻ്റെ ദേശദേവതയാണ്. ഞാനെല്ലാ വെള്ളിയാഴ്ച ഞായറാഴ്ച പോയി കാണുന്ന എൻ്റെ അമ്മയാണ് എല്ലാം. ഞാനിന്ന് ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ അനുഗ്രഹമാണ്. എൻ്റെ ഓഫീസിലെല്ലാം അമ്മയുടെ വെച്ചിട്ടുണ്ട്, എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം അമ്മ തന്നെയാണ്. എനിക്കെന്നല്ല, ഈ 4 കോടി വായ്പാടുള്ളവർക്കെല്ലാം അമ്മയാണെല്ലാം. ഞങ്ങളുടെ എല്ലാ ഉയർച്ചയുടെയും എല്ലാ ഐശ്വര്യത്തിനും ഇത് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്കെല്ലാം. ഞങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും അമ്മയെ തൊഴുതിട്ട് ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ തന്നെ ഒരു ഫോളോവറാണ്, അവര് എല്ലാ പ്രാവശ്യവും പുത്തൻകാവിലമ്മ അവിടെ വന്നിട്ടേ അവര് തിരുവനന്തപുരത്ത് വന്നു അവരവിടെ വന്നിട്ട് അമ്പലത്തിന്റെ പുത്തൻകാവിലമ്മയെ കണ്ടിട്ടേ അവർ വേറെ എവിടെയും പോകത്തുള്ളൂ. അപ്പം ഞാൻ അവർക്ക് ഒരു വഴിപാട് ഒരിടത്ത് പറഞ്ഞു കൊടുത്തായിരുന്നു, വേറൊരു ഒരു ക്ഷേത്രത്തിൽ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, വേറൊരു ക്ഷേത്രത്തിൽ. ഇപ്പൊ ഒരു സാധാരണ പുത്തൻകാവിലമ്പലത്തിൽ വന്നിട്ട് തൊഴുതിട്ടേ പോകത്തുള്ളൂ. പക്ഷെ അന്ന് അവർക്ക് എന്തോ സാധിച്ചില്ല, നേരെ വേറെ ക്ഷേത്രത്തിലേക്കാണ് പോയത്. അപ്പൊ അവിടെ വഴിപാട് ചെയ്യാൻ വേണ്ടി ഈ പുഴുകിന് വെള്ളം വെച്ചിട്ട് തിളയ്ക്കുന്നില്ല. എന്ത് ചെയ്യുക, തിരുമേനി പഠിച്ച പണി വന്നിട്ട് നോക്കിയിട്ട് വെള്ളം തിളയ്ക്കുന്നില്ല. തുളസി ഇട്ട് നോക്കുന്നു, തന്ത്രിയെ വിളിക്കുന്നു. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓം നമഃ ശിവായ ജപിക്കാൻ പറഞ്ഞു. ജപിച്ചൊരു വിദ്യ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ തിരുമേനിക്ക് തോന്നി, തിരുമേനി ചോദിച്ചു നിങ്ങൾ പുത്തൻകാലമ്പലത്തിൽ കയറിയിട്ടാണോ വന്നത്? കാരണം ഇവർ സ്ഥിരം അങ്ങനെ ചെയ്യുന്നോണ്ടാ പുത്തൻകാലമ്പലത്തിൽ കയറിയിട്ട് പോകുന്നോണ്ട് ചോദിച്ചതാ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ അവര് പറഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ കയറാൻ പറ്റില്ല. ഉടനെ തിരുമേനി പറഞ്ഞു അവിടെ നിന്ന് അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ക്ഷമാപണം ചെയ്തു. അപ്പൊ അവരവിടെ നിന്നോട് പ്രാർത്ഥിച്ചു. അപ്പം തന്നെ പുഴുക്കിന്റെ വെള്ളം തിളച്ചു. ഇത് വേറൊരു അമ്പലത്തിലെ ഒരു വഴിപാടിന്റെ കാര്യം പറയുന്നത്. അവര് പുത്തൻകാലമ്പലത്തിൽ കയറിയിട്ടാ അമ്പലത്തിലോട് പോകുന്നത്. പുത്തൻകാലമ്പലത്തിൽ കയറാതെ വേറെ ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് കൊടുത്തിട്ട് അത് പുഴുക്കാണ്, അതിന്റെ വെള്ളം തിളയ്ക്കുന്നില്ലെന്ന് പറഞ്ഞ് മനസ്സിലായോ? പുത്തൻകാലമ്മ അവിടുന്ന് ഒരു പ്രാർത്ഥിച്ച് ക്ഷമ ചോദിച്ചു കഴിഞ്ഞ് ഇപ്പോഴാണ് അത് തിളച്ചത്. പുത്തൻകാലമ്പലത്തിൽ കയറിയിട്ട് അവരെല്ലാ പ്രാവശ്യവും പോകുന്നത്. അത് ഒരു ദിവസം അത് കയറിയില്ല, അതാ പറഞ്ഞത്. അത് മനസ്സിലായി. ഞങ്ങൾ എവിടെ പോയാലും അമ്മയെ തൊഴുതിട്ടേ എങ്ങും പോകത്തുള്ളൂ. അമ്മയാണ് നമ്മുടെ എല്ലാം. അപ്പം അമ്മയുടെ ആ ഒരു ശക്തി മനസ്സിലായല്ലോ. അപ്പം അതുകൊണ്ടാണ് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, അച്ചട്ടാണ്. എത്ര മദ്യപിക്കുന്നവര്, പ്രശ്നം ഉണ്ടാക്കുന്നവര്, വഴക്കാളികളെ, പ്രശ്നക്കാരെ, പറഞ്ഞാൽ കേൾക്കാത്തവര്, അല്ലെ മോശം സ്വഭാവമുള്ളവര്, പുത്തങ്കാവലമ്പലത്തെ ചൊവ്വാഴ്ച ഗുരുതി നിവേദ്യം ചെയ്താൽ മതി. 100 രൂപയുടെ ഗുരുതി നിവേദ്യം തിരുമേനിക്ക് ഒരു 100 രൂപയും കൂടെ കൊടുക്കണം. അച്ചട്ടാണ്. ഒന്നല്ല 100 അല്ല, 1000കണക്കിന് അനുഭവങ്ങളാണ്. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത ഒരുപാട് ആളുകൾക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലിപ്പം മദ്യപാന ലഹരിയൊക്കെ വഴക്കെ പ്രശ്നങ്ങളൊക്കെയാണ്. ആരും ഉപദേശിച്ചാൽ ഇപ്പം നന്നാകത്തില്ല. ഉപദേശിച്ച ഒരു വ്യക്തി നന്നാകത്തില്ല.
നന്നാവുമെങ്കിൽ നിങ്ങൾ ഉപദേശിച്ച് നോക്കൂ. ആരും നന്നാകത്തില്ല. ചിലപ്പോൾ തല കുലുക്കിയാൽ പോലും നന്നാകത്തില്ല. അപ്പം നമ്മൾ പുത്തൻകാവൽ അമ്പലത്തിലേക്ക് ഒരു വഴക്കോ ബഹളോ ഉണ്ടാകുന്നതിന് മുമ്പാണെങ്കിലും ഒന്ന് കുളിമുറി കയറി ഇടതുകാല് വെച്ച് കയറി കൈയും കാലും മുഖം നനച്ചിട്ട് ആ ചൊവ്വാഴ്ചത്തേക്ക്, ഈ വരുന്ന ചൊവ്വാഴ്ചത്തേക്ക് ഒരു ഗുരുതി ചെയ്തേക്കാൻ നേരുക. എന്നിട്ട് ഗുരുതി നിവേദ്യം 100 രൂപയുടെ കേട്ടോ. എന്നിട്ട് അത് ചെയ്യുക. തിരുമേനിക്ക് ഒരു 100 രൂപ കൂടെ ദക്ഷിണ കൊടുക്കുക. ഇത് വേണമെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞ് ചെയ്യിച്ചാലും മതി. ദൂരെ ഉള്ളവരാണെങ്കിൽ പറ്റുന്നവർ വരിക, അതേ ഞാൻ പറയത്തുള്ളൂ. കാരണം എല്ലാവർക്കും വരാൻ പറ്റിയെന്ന് വരത്തുള്ളൂ. പക്ഷെ നേർന്ന വഴിപാട് നേരുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് ചെയ്യണം. ഇതിപ്പം ഞാൻ പറഞ്ഞതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നേരുന്നവരല്ല ഇപ്പം ഇങ്ങനെ ഞാനീ പറഞ്ഞ പോലെ നേർന്നതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം. അല്ലാതെ ഇപ്പം നമ്മൾ പിന്നെ എല്ലാ ഇപ്പം മദ്യപാന ലഹരിയൊക്കെ ഉണ്ട്, നമുക്ക് ക്ഷേത്രത്തിൽ വിളിച്ച് പറഞ്ഞോ എല്ലാ ആഴ്ചകളും ഒരു 4 ആഴ്ച അടുപ്പിച്ച് ചെയ്യുക ഗുരുതി നിവേദ്യം. പിന്നെ മാസത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മാസവും മലയാള മാസം ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ആദ്യത്തെ ചൊവ്വായും അവസാനത്തെ ചൊവ്വായും ഗുരുതി നിവേദ്യം ചെയ്യുക. അങ്ങനെ ആവർത്തിക്കണം. ഒരു 4 ആഴ്ച അടുപ്പിച്ച് ചെയ്തിട്ട് പിന്നെ മാസത്തിലെ ആദ്യത്തെ ചൊവ്വയും അവസാനത്തെ ചൊവ്വയും 2 ചൊവ്വയും ആവർത്തിക്കണം. അങ്ങനെ ആവർത്തിക്കണം. അത് നമുക്ക് വിളിച്ച് പറഞ്ഞോ ഒക്കെ ചെയ്യിക്കാം. പക്ഷെ നേരുന്നത് നമ്മൾ തന്നെ വന്ന് ചെയ്യിച്ച് നന്ദി പറയണം. പക്ഷെ അല്ലാതെ നമ്മൾ ചെയ്യിക്കുന്നത് നമുക്ക് വിളിച്ച് പറഞ്ഞ് ചെയ്യിക്കാം. എല്ലാ ആഴ്ചയിലും എപ്പോഴും പ്രശ്നമാണ്, മദ്യപാനം ലഹരി പ്രശ്നമാണ്. ഒരു മാസത്തിലെ 4 ആഴ്ചയിലും ആദ്യം അങ്ങ് ചെയ്യണം. അല്ലെ ഒരു 8 ആഴ്ച ആദ്യം അങ്ങ് ചെയ്യണം, 2 മാസം. അത് കഴിഞ്ഞ് അപ്പോഴത്തേനും ഒതുങ്ങും. അതിനുശേഷം മലയാള മാസം ആദ്യത്തെ ചൊവ്വായും അവസാനത്തെ ചൊവ്വായും. ഇനി അതല്ല, നിങ്ങൾ ഇംഗ്ലീഷ് മാസം തിരഞ്ഞെടുക്കുന്നെങ്കിൽ ഇംഗ്ലീഷ് മാസം ആദ്യത്തെ ചൊവ്വായും അവസാനത്തെ ചൊവ്വായും. അങ്ങനെ മാസം തോറും ആവർത്തിക്കണം. എത്ര മദ്യപിക്കുന്നവരും പ്രശ്നം ഉണ്ടാക്കുന്നവരും ഏറ്റവും നല്ലവരാകും, മിടുക്കന്മാരുമാകും, വലിയ ഐശ്വര്യങ്ങളും ഉണ്ടാകും. പിടിച്ചു നിൽക്കുന്ന പോലെ, പിടിച്ചു കെട്ടുന്ന പോലെ ആ സ്വഭാവ ദൂഷ്യങ്ങൾ മാറിപ്പോകും. അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. എത്രയോ ആളുകൾക്ക് ഫലമായ കാര്യമാണ് അത്. 100 രൂപയുടെ ഗുരുതി നിവേദ്യം, 100 രൂപ തിരുമേനിക്ക് അവിടെ ദക്ഷിണയും കൂടെ കൊടുക്കുക. ഇത് ഒരുപാട് അനുഭവമുണ്ട്. ചൊവ്വാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ച ഗുരുതി നിവേദ്യം ചെയ്യുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കാണ്. ചൊവ്വാഴ്ച ഇതുപോലുള്ള കുടുംബ കലഹങ്ങളെ, പ്രശ്നങ്ങളെ, മദ്യപാനം, അതുപോലുള്ള പ്രശ്നങ്ങളെ, മോശം കൂട്ടുകെട്ടുകളെ, സ്വഭാവ ദൂഷ്യങ്ങളെ, ഇതൊക്കെ മാറാൻ വേണ്ടിയാണ്. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴെല്ലാം ശരിയാവുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി എൻ്റെ ഒരു ഓണസമ്മാനമായിട്ട് നിങ്ങൾക്ക് ഞാനൊരു മഹാലക്ഷ്മിയുടെ മന്ത്രം തരാം. ഇത് നിങ്ങൾ വാഗൊണ്ട് ജപിക്കുക. പിന്നെ വെറുതെ ഇരിക്കും മനസ്സിലും ജപിക്കാം. രാവിലെ കുളി കഴിഞ്ഞ് ജപിക്കുക. മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ മുന്നിൽ ജപിക്കുക. ഇടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കും അപ്പോഴൊക്കെ വാഗൊണ്ട് ജപിക്കണം. പിന്നെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മനസ്സിൽ, എന്ന് വെച്ചാൽ ജോലിക്കടയിലോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നുമല്ല, ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കും മനസ്സിലും ജപിക്കാം. മന്ത്രം ഇതാണ്: ഓം ഹ്രീം ശ്രീം ലക്ഷ്മിയായി നമാന്നോ നമഹാന്നോ ജപിക്കാം. പക്ഷെ നമഹാന്ന് ജപിക്കുന്നതാണ് കൂടുതൽ ഫലമായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യുക. ഓം ഹ്രീം ശ്രീം ലക്ഷ്മിയായി നമഹ എന്ന് ജപിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഹ്രീം എന്നുള്ള കായല്ല കേട്ടോ. ചിലർ അങ്ങനെ ചിന്തിക്കുന്നവരാണ്, അതുകൊണ്ട് എടുത്ത് പറഞ്ഞു. ഈ മന്ത്രം നിങ്ങൾ ജപിച്ചോ, മഹാലക്ഷ്മിയുടെ അനുഗ്രഹം പെട്ടെന്ന് തന്നെ ഉണ്ടാകും. വിശ്വാസത്തോടെ മനഃശുദ്ധിയോടെ ജപിക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ ജപിച്ചെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നമ്മുടെ മനസ്സ് ആ ദേവതയിൽ ചൊല്ലണം. ഉറച്ച വിശ്വാസം വേണം. പിന്നെ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി പ്രയത്നവും കൂടെ വേണം. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. നമ്മളിപ്പോൾ വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ കയറിയിരുന്ന പട്ടിണി കൊണ്ട് മൂട്ടയിടത്തുള്ളൂ. നമ്മൾ പ്രയത്നിക്കണം. മനസ്സിലായി? ദൈവം എല്ലാ പക്ഷികൾക്കും ആഹാരം കൊടുക്കാറുണ്ട്. ഒന്നിനെ വായിക്കൊണ്ട് വെച്ചു കൊടുക്കാറില്ല. കണ്ടെത്താനുള്ള ബുദ്ധിയാണ് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ഈശ്വരൻ ദൈവാധീനം ഉണ്ടാകുമ്പോൾ ബുദ്ധി തെളിയും, അവസരങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ തന്നെ പ്രവർത്തിച്ച് പ്രയോജനപ്പെടുത്തണം. മനസ്സിലായില്ലേ? അതിനാണ് ദൈവം നമുക്ക് ശരീരവും ബുദ്ധിശക്തിയൊക്കെ തന്നിരിക്കുന്നത്. അത് യൂസ് ചെയ്യണം. അപ്പോൾ ഈ മന്ത്രം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. എൻ്റെ ഒരു ഓണസമ്മാനമാണ്. ഓം ഹ്രീം ശ്രീം ലക്ഷ്മിയായി നമഃ. ഉറപ്പാണ്. കാരണം ഇത് പ്രയോജനപ്പെടുമെന്ന് പറയാൻ കാര്യം, ഈ മന്ത്രത്തിനകത്ത് ബീജമുണ്ട്. ഹ്രീം എന്ന ബീജവും ശ്രീം എന്ന ബീജവും. ബീജം എന്ന് വെച്ചാൽ എന്നാണെന്നറിയോ? ശരിക്കും വിത്താണ്. ഇപ്പോൾ ഒരു വിത്തിനുള്ളിൽ ഒരു മരമുണ്ട്. ഇപ്പം മാങ്ങാണ്ടി, ആ അതിനുള്ളിൽ നിന്നാണ് വലിയൊരു മാവ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു വിത്ത് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ അനന്തമായ ശക്തിയുണ്ട്. അപ്പം മന്ത്ര ബീജങ്ങൾ എന്ന് പറഞ്ഞാൽ വിത്തുകൾ പോലെയാണ്. അതിനുള്ളിൽ അനന്തമായ ശക്തിയാണ്. ഹ്രീം എന്ന് പറഞ്ഞാൽ അത് ശക്തി ബീജമാണ്, ഭുവനേശ്വരി ബീജമാണ്. അത് ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ബീജമാണ്. ആഗ്രഹങ്ങൾ എന്തായാലും ആ ഹ്രീം ശക്തി ബീജവും കൂടാണ്. അപ്പൊ ഹ്രീമിന് ശേഷം ശ്രീം വരുന്നു. ശ്രീം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്.
അപ്പം ഹ്രീമിന് ശേഷം ശ്രീം വരുമ്പം പെട്ടെന്നാണ് ആഗ്രഹ സബലീകരണം ഉണ്ടാകുന്നത്. മനസ്സിലായോ? അതാ അതിൻ്റെ രഹസ്യം. അപ്പം അത് ശരിയായ രീതിയിൽ മനഃശുദ്ധിയോടെ വിശ്വാസത്തോടെ ജപിച്ചാൽ ജീവിത ഉയർച്ച ഉണ്ടാകും. ശരിയായ രീതിയിൽ ജപിച്ചില്ലെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാകാനും പോകുന്നില്ല. ശരിയായ രീതിയിൽ ജപിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിൻ്റെ ആ രീതി പറഞ്ഞു തന്നത്. അത് വളരെ ലളിതമായിട്ടാണ് പറഞ്ഞു തന്നത്. ഇതിൽ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുന്നവർക്കെല്ലാം അത് ഫലമാകും. ദാറ്റ്സ് ഓൾ കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഓണം. എൻ്റെ ഓണം അല്ലെ ഓണം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, എൻ്റെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അതിന് ഈശ്വരൻ എനിക്ക് അവസരം തരാറുണ്ട് പലപ്പോഴും. അത് ഓണത്തിനായിക്കോട്ടെ, ക്രിസ്മസിനായിക്കോട്ടെ, വിഷുവിനായിക്കോട്ടെ, ജനുവനായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള, അതായത് ചുമ്മാ നമ്മൾ ഒരാളെ കൊടുക്കുന്നതിനകത്തല്ല, ഒരു അനർഹര വിശന്നിരിക്കുന്ന ഒരാൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. അതാണ് എൻ്റെ ഓണമല്ല, അല്ലാതെ മറ്റൊന്നുമല്ല. എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞാൻ പലപ്പോഴും അത് ചെയ്യാൻ എനിക്ക് അവസരം ഈശ്വരൻ തരാറുണ്ട്. അത് ചെയ്യാൻ പറ്റുന്നതിനും എനിക്ക് അവസരം തരുന്നതിന് ഈശ്വരന് നന്ദി, മഹത്വം. അതൊന്നും എൻ്റെ കഴിവോ ഒന്നുമല്ല. അത് പലപ്പോഴും എനിക്ക് അങ്ങനെ അവസരം കിട്ടാറുണ്ട്. പിന്നെ പ്രായമുള്ള മനുഷ്യരോട് പലർക്കും അവരോട് സംസാരിക്കാനോ ഒക്കെ ഒരു വളരെ വിമുഖതയാണ്. കാരണം അവരെ കൊണ്ട് ഇത് എന്നാ കാര്യം എന്നുള്ള ചിന്തയിലായിരിക്കും. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, പ്രായമുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എത്ര തിരക്കി പോയാലും അവരോട് അല്പനേരം ഇരുന്ന് സംസാരിക്കും. ചിലപ്പോൾ ചില തമാശകൾ പറയാം, അവരെ ഒന്ന് ചിരിപ്പിക്കാൻ, ഒരു സന്തോഷം കൊടുക്കുക, എന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ഓണം. അപ്പം നിങ്ങളും നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഓണം എന്ന് പറഞ്ഞാൽ കാണുന്നതെല്ലാം വാരി വലിച്ചു കഴിച്ചിട്ട് ഓണം കഴിയുമ്പോൾ ആശുപത്രിയിൽ പോകുന്നതല്ല ഓണം. ഇപ്പോഴത്തെ കാലത്ത് ഈ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസത്തെക്കാട്ടിലും പ്രായോഗിക ബുദ്ധിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ആളുകളുടെ വിചാരം ഓണം എന്ന് വെച്ചാൽ വലിച്ചു വാരി ആഹാരം കഴിക്കാനുള്ള ഒരു ഫെസ്റ്റിവൽ പോലാണ് ആളുകളുടെ രീതി കണ്ടാൽ മനസ്സിലാകുന്നത്. ഉള്ളതെല്ലാം വാരി വാരി കഴിച്ചിട്ട് ഓണം കഴിയുമ്പോൾ ആശുപത്രിയിൽ പോവുക, ഇതാണ് പരിപാടി. ഇപ്പം അതിനല്ല ഓണം എന്ന് പറയുന്നത്. മിതമായിട്ട് ആഹാരം കഴിക്കുക, ആവശ്യത്തിന് കഴിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യുക, അപ്പോഴാണ് ഓണത്തിന് ഏത് ആഘോഷങ്ങളാണെങ്കിലും ഏറ്റവും അർത്ഥവത്താകുന്നത്. ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി മരുന്ന് മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ജെനുവിനായിട്ടുള്ള ആളുകൾ, ഫ്രോഡുകളുണ്ട് ഇതൊരു തൊഴിലാക്കി നടക്കുന്നത്. അവരെ അടുപ്പിക്കുകയും ചെയ്യരുത്. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം, നമ്മൾ കണ്ടെത്തുന്ന ജെനുവിനായിട്ടുള്ള ആളുകൾക്ക് ഇരു ചെവി അറിയാതെ നമ്മളൊരു സഹായം ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഓണത്തിനൊരു അർത്ഥം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ ഏത് ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാലും ആളുകൾ ചെയ്യുന്ന എന്താ, ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുക. എന്ത് ആഘോഷമായിക്കോട്ടെ, ഒരു പിറന്നാളായിക്കോട്ടെ, ഒരു കല്യാണമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കടയുടെ ഉദ്ഘാടനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൊച്ചിൻ്റെ എന്നെങ്കിലും ഇപ്പോൾ പിള്ളേർ ജനിച്ചു, 1-ാം പിറന്നാൾ, 2-ാം പിറന്നാൾ എന്ന് പറഞ്ഞ് ഓരോ പിറന്നാളും വലിച്ചു വാരി കഴിച്ച് അസുഖം ഉണ്ടാക്കി വെക്കുക പലരും ചെയ്യുന്നത് ഞാൻ കാണുന്നതാണ്. മൊത്തം വാർത്ത് പൊരിച്ച ആഹാരങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ ഐസ്ക്രീം, അതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം കഴിച്ച് രോഗം ഉണ്ടാക്കി വെക്കുക. അതെല്ലാം ആഘോഷം എന്ന് പറഞ്ഞാൽ. അല്ലെ ഒരു കൂട്ടുകാർ തമ്മിൽ കണ്ടു, ആ സ്നേഹം പ്രകടിപ്പിക്കുക, നമുക്കെന്നാ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോയേക്കാം എന്ന് വെച്ചാൽ വലിച്ചു വാരി കഴിച്ചാണ് അത് ആഘോഷിക്കുന്നത്. അങ്ങനെ ഒരു രീതിയായിപ്പോയി. ഒരിക്കലും അത് ഏറ്റവും അപകടമാണ്. ഈ അമിതമായി ആഹാരം കഴിക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാര്യം. ഇവൻ്റെ ബുദ്ധിയും പോവും, ഇവൻ്റെ ചിന്തയും പോവും, ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തുമില്ല. ഇവൻ അലസനായിരിക്കും. കൂടുതൽ ആഹാരം ചെന്ന് കഴിയുമ്പം പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുമായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പം പുള്ളി നമ്മുടെ സുഹൃത്തായതുകൊണ്ട് വെറുതെ തമാശ ഞാൻ പറഞ്ഞ ഇച്ചിരി മരുന്നൊക്കെ ഓണം കഴിഞ്ഞു, ഇഷ്ടം പോലെ തിരക്കായിരിക്കും ഇവിടെ നിന്ന്. പുള്ളി ചിരിച്ചു. പുള്ളി പറഞ്ഞു സത്യമാണ്, ഓണം കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ. കാരണം മനുഷ്യനെല്ലാം കഴിച്ചിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിയുമ്പോൾ ഡോക്ടർ ഓരോന്ന് കുറിച്ച് കൊടുക്കും. ഇത് മെഡിക്കൽ സ്റ്റോറിൽ വന്ന് മേടിക്കും. കാരണം ഇത് ഒരു ഇതായിട്ടിരിക്കുന്ന ഒരു സ്വഭാവമായിട്ട് മാറി മനുഷ്യൻ്റെ. അപ്പം നമ്മളാരും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആവശ്യത്തിന് മിതമായിട്ട് ആഹാരം കഴിക്കുക. ഏത് ഫെസ്റ്റിവൽ വന്നാലും നമുക്ക് ഈ മിതമായിട്ട് ആഹാരം കഴിക്കുമ്പോഴേ നമ്മുടെ ബുദ്ധി പോലും നല്ലതായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. കണ്ടിട്ടുണ്ട്, ഒരുപാട് ആവശ്യമില്ലാതെ ആഹാരം കഴിക്കുന്നവർ അലസന്മാരായിരിക്കും, ഉറക്കം തൂങ്ങിയിരിക്കും. അമിതമായ ഫുഡ് ചെന്ന് കഴിയുമ്പോഴേ ഇവനൊന്നും ചെയ്യാൻ തോന്നത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ മിതമായ ആഹാരം കഴിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ആഘോഷം എന്ന് പറയുന്നത്. അല്ല വലിച്ചു വാരി കഴിച്ച് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക,
കൂട്ടുകാർ കൂടുമ്പോഴും കഴിക്കുക, വീട്ടിൽ പോകുമ്പോഴും കഴിക്കുക, പിന്നെ റോഡിൽ കൂടെ കഴിച്ചുകൊണ്ടേ നടക്കുക, കാണുന്ന കടയിലെല്ലാം കയറി കയറി പോവുക. ഇത് ഇഷ്ടംപോലെ തട്ടുകടകളുണ്ട്. ഇന്നൊരു ഫുഡിൻ്റെ ഏറ്റവും വലിയ ബിസിനസ്സായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നിന്ന് ഒരുത്തനല്ല കഴിച്ച് നശിക്കുന്നത്, ഒരു കുടുംബം തന്നെ കഴിച്ച് നശിക്കുക എന്നുള്ളതാണ്. അപ്പം ആവശ്യത്തിന് ഫുഡ് കഴിക്കുക, ആവശ്യത്തിന് കഴിക്കണം, ആരോഗ്യം ഉണ്ടായിരിക്കാൻ ആവശ്യത്തിന് കഴിക്കണം. അമിത ഫുഡ് അല്ലെ അമിത ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിവതും ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഈ ഫെസ്റ്റിവൽ സീസണിലൊക്കെ അത് ഒരുപാട് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു മത്സരം പോരാ. അപ്പം അതൊക്കെ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഇപ്പം എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. ഓം നർപ്പവി നർപ്പവി നർപ്പവി.